രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. അവൻ ആ കവിളിലൊന്ന് തട്ടി മുഖമുയർത്തുമ്പോൾ തന്നെ കണ്ടു, തന്നെ നോക്കി പേടിച്ചുകൊണ്ട് കണ്ണും നിറഞ്ഞു നിൽക്കുന്നവളുടെ. അവളുടെ കണ്ണുനീരിൽ ഹൃദയം പിടയ്ക്കുന്നതറിയുന്നുണ്ട്. എന്തോ ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ഈർച്ചകളിലാണ് പെണ്ണിനോട് കരയരുത് എന്ന് പറയുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ അവള് കരയുകയോ വേദനിക്കുകയോ ചെയ്താൽ തനിക്കൊന്നും തോന്നേണ്ടതല്ല. പക്ഷെ അങ്ങനെയല്ല. സിദ്ധിദാത്രിയുടെ വിഷമമത്രയും ഏറ്റുവാങ്ങുന്നത് അവന്റെ ഹൃദയമായിരുന്നു. അതിന്റെ വെപ്രാളത്തിൽ പുറത്തു വരുന്ന വാക്കുകളെ എത്രത്തോളം വിഷമിപ്പിക്കാതെയാണ് ചെറുക്കന്റെ ചാട്ടവും ബഹളവുമെല്ലാം ഓരോ നേരവും നടക്കുന്നത്. പെണ്ണ് ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോഴേക്കും ആ മുഖത്തെ ഗൗരവം അല്പം പോലും കുറയാതെ ഒരിക്കൽ കൂടി താക്കീതായി ആ പുരികം ചുരുക്കി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അകത്തു നിന്നും പുറത്തേക്ക് നടന്നു കഴിഞ്ഞു. ഇത്തിരി കഴിഞ്ഞതും കുറച്ചു മുന്നേ ഇറങ്ങിപ്പോയ സിസ്റ്റർ ഒരു ട്രേയുമായി അകത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലായി, ഇറങ്ങിപ്പോയവൻ താൻ ഇഞ്ചക്ഷന് സമ്മതിച്ചു എന്ന് പോയി പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. ചെറുപ്പം മുതലേ ഇഞ്ചക്ഷൻ ഭയമാണ്. അതുകൊണ്ട് തന്നെ എന്തു വരുമ്പോഴും ഗുളിക വാരി വിഴുങ്ങാനാണ് താല്പര്യം. അമ്മമ്മയോ ദേവമ്മയോ ആയിരുന്നുവെങ്കിൽ ശരിക്കും അവരുടെ കാല് പിടിച്ചെങ്കിലും ഇത് ഒഴിവാക്കിയേനെ. പക്ഷേ പുറത്തു നിൽക്കുന്നത് രാവണനല്ലേ. പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ അവൻ തന്നെ വന്ന് കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ കുത്തിയിട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ വാശിക്ക് 2 എണ്ണം അധികം കുത്തിയാലുമായി. അവർ അരികിലേക്ക് വരുമ്പോൾ അങ്ങനെ പലവിധ ചിന്തകളായിരുന്നു അവളുടെ മനസ്സിൽ. കുട്ടി ഓക്കെ ആണല്ലോ അല്ലേ? കുറച്ചു മുന്നേ തന്നോട് ദേഷ്യത്തിൽ ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ ആളായതുകൊണ്ട് തന്നെ സിസ്റ്റർ ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. അവള് മറുപടി ഒന്നും പറയാതെ കണ്ണ് നിറച്ചുകൊണ്ട് അവരെ ഒന്ന് നോക്കി. ഹസ്ബൻഡ് പറഞ്ഞു നല്ല പേടിയാണെന്ന്. പക്ഷെ അത്രയ്ക്കും പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇഞ്ചക്ഷൻ വെക്കുന്നത് താൻ അറിയ കൂടിയില്ല. ഒന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ ഒക്കെ കഴിയും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ ഹസ്ബൻഡിനെ കൂടി അകത്തേക്ക് വിളിക്കാം. എന്താ, വിളിക്കണോ? ബട്ടക്സിന്റെ ഭാഗത്തെ പാവാട അല്പം താഴ്ത്തിക്കൊണ്ട് സിസ്റ്റർ ചോദിച്ചതും പെണ്ണ് ഒരുമാതിരി പ്രേതത്തെ കണ്ട പോലെ അവരെ ഞെട്ടിക്കൊണ്ടൊന്ന് നോക്കി. എന്തുപറ്റി? ഹസ്ബൻഡിനെ വിളിക്കണോ? സാർ പുറത്തു തന്നെയുണ്ട്. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് വരാം. കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ല അല്ലേ? അതിന്റെ ഒരു പേടിയും ചമ്മലും ഒക്കെ രണ്ടുപേരെയും കാണുമ്പോൾ തോന്നുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ സിസ്റ്റർ സിറിഞ്ചിലേക്ക് മരുന്ന് കയറ്റുമ്പോൾ തനിക്കൊപ്പം കണ്ടവനെ ഇവരെങ്ങനെ ഭർത്താവായി കണക്കുകൂട്ടി എന്നുള്ള വെപ്രാളത്തിലായിരുന്നു അവൾ. നിന്റെ കൃഷ്ണ, ഈ സിസ്റ്ററിന് കാര്യമായ എന്തോ തലയ്ക്ക് പറ്റിയിട്ടുണ്ട്. ആ രാവണൻ, അതും എന്റെ ഭർത്താവ്. അങ്ങനെ കേട്ടാൽ ആദ്യം ഇവരുടെ മുഖം ആ ചുവരിൽ കൊണ്ടുപോയി തേക്കും. ദൈവമേ, ആയുസെത്താതെ ആവുമല്ലോ ഇവര് മരിക്കുക. അത്രയും വേദനക്കിടയിലും അവളുടെ ചിന്ത പോയ വഴി അങ്ങനെയാണ്. എന്തേ, അപ്പൊ പോയി വിളിക്കണോ മാഡം? തന്റെ മുഖത്ത് നോക്കി ഇമചമ്മാതെ ഇരിക്കുന്നവളെ നോക്കിക്കൊണ്ട് ആ സിസ്റ്റർ ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ, ആ പുറത്തു നിൽക്കുന്ന ആളെ നേരത്തെ സിസ്റ്റർക്ക് അറിയോ? അവൾ വല്ലാത്തൊരു ഭാവത്തോടെ അവരെ നോക്കി ചോദിച്ചു. മാഡത്തിന്റെ ഹസ്ബൻഡ് അല്ലേ, മിസ്റ്റർ വംശിവർദ്ധൻ? ഞാനാണ് മാഡത്തിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ റിസപ്ഷനിൽ സാറുമായി പോയത്. അവിടെ വെച്ച് സാർ മാഡത്തിന്റെ പേരും സ്വന്തം പേരും ഒക്കെ പറയുന്ന കേട്ടു. സത്യം പറയാലോ, നിങ്ങളുടെ പേര് ചേർത്ത് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ധാത്രി വംശിവർദ്ധൻ. എന്താ ഒരു പഞ്ച്! അവരുടെ ആ തുറന്നു പറച്ചിൽ കേട്ടതും ഇത്തവണ ഞെട്ടി അവരെ നോക്കിയത് ധാത്രിയായിരുന്നു. ധാത്രി വംശിവർദ്ധൻ, അതും താൻ. അവൾക്ക് തല പെരുക്കുന്ന പോലെ തോന്നി. അല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. സാറിനെ വിളിക്കണോ? അവൾ ഇപ്പോഴും അവര് പറഞ്ഞതിന്റെ ഹാങ് ഓവർ മാറാത്ത പോലെ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. ഓക്കെ, ഇത്തിരിയും കൂടി സൈഡ് ചരിഞ്ഞൊന്ന് കിടക്കാമോ? അവര് പറഞ്ഞ പോലെ തന്നെ കിടന്നു കൊടുത്തു. ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് കേട്ടോ. പറയുന്നതിനൊപ്പം തന്നെ ആ സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുത്തു. ഒരു ചെറിയ തരിപ്പ് പോലെ തോന്നിയെങ്കിലും ആ സിസ്റ്റർ ഉണ്ടാക്കിയ ഞെട്ടലിൽ സത്യം പറഞ്ഞാൽ അവൾ ഒന്നും അറിഞ്ഞതുപോലുമില്ല. വിച്ചേട്ടൻ വിച്ചേട്ടൻ പറഞ്ഞു ഞാൻ ഭാര്യയാണെന്ന്. അതാകുമോ കുറച്ചു മുന്നേ ആ ഡോക്ടറും അങ്ങനെയൊക്കെ പറഞ്ഞത്? ഏയ്, വിച്ചേട്ടനല്ലേ ആള്. അങ്ങേന് 4 3 7 അക്ഷരം മൊത്തത്തിൽ ഇവരോടൊക്കെ മിണ്ടിയോ എന്നുള്ളത് കണ്ടറിയാം. ചിലപ്പോൾ വായിൽ കിട്ടാത്ത ഇംഗ്ലീഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇവരോട്.
പാവങ്ങൾക്ക് അത് മനസ്സിലാവാതെ ഇങ്ങനെയൊക്കെ ആവും കിട്ടിയിട്ടുണ്ടാവുക. അല്ലാതെ പിന്നെ അങ്ങേര് ഈ എന്നെ ഭാര്യയാണെന്ന് പറയാൻ പിന്നെ കാക്ക മലർന്നു പറക്കണം. വംശി എന്ന ഒറ്റ നക്ഷത്രത്തിന് പിന്നാലെ പാഞ്ഞിരുന്ന മനസ്സിന്റെ വേഗത്തിൽ ധാത്രി ഇഞ്ചക്ഷൻ എടുത്തതോ അവിടെ തിരുമി മാറിയതോ അവളുടെ വസ്ത്രം പിടിച്ച് നേരെയിട്ട് പുറത്തേക്ക് പോയതോ ഒന്നും അറിഞ്ഞില്ല. എന്നാൽ അവളെ അത്രയുമൊക്കെ ചീത്ത പറഞ്ഞെങ്കിലും അകത്തെന്തായിരിക്കും എന്നുള്ള വെപ്രാളത്തിലായിരുന്നു പുറത്തു നിന്നവൻ. അടുത്തു നിൽക്കുന്ന ഡോക്ടർ എന്തൊക്കെ ചോദിച്ചിട്ടും പുറത്തേക്ക് വരാത്ത സിസ്റ്ററിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവന്റെ മുന്നിലേക്കാണ് സിസ്റ്റർ ഇറങ്ങി വന്നത്. ഇഞ്ചക്ഷൻ എടുത്തോ? അവള് വേദനിച്ചിട്ട് കരഞ്ഞൊന്നുമില്ലല്ലോ? ഒരു വായിക്ക് രണ്ട് ചോദ്യങ്ങൾ ഒരുപോലെ ചോദിച്ചുകൊണ്ട് അവൻ കാര്യങ്ങൾ തിരക്കിയതും അവരില്ലെന്ന് തലയാട്ടി. അത് കണ്ടതും ചെക്കൻ അവരെ മറികടന്ന് അകത്തേക്ക് പാഞ്ഞിരുന്നു. ആരാ ഈ ധാത്രി വംശിവർദ്ധൻ? ഹോസ്പിറ്റലിൽ നിന്നും വണ്ടി ഒന്ന് വളഞ്ഞതും ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു. അത് കേട്ടതും വംശിയുടെ കയ്യിൽ നിന്നും വണ്ടി ഒന്ന് പാളി. അയ്യോ പതുക്കെ, നേരെ ചൊവ്വെ വണ്ടി ഓടിക്കാനും അറിയില്ലേ രാവണ നിങ്ങൾക്ക്? നേരെ പോയ വണ്ടി പെട്ടെന്ന് ഇടത്തേക്ക് ചായുന്ന കണ്ടതും അവള് ഭയന്നിട്ട് ഉറക്കെ ചോദിച്ചു. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ആവും കുറച്ചു നേരമായി അങ്ങനെ വേദനയൊന്നും അറിയുന്നില്ല. കാരണം ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെയും കുറച്ചു നേരം കൂടി പെണ്ണിനെ അവിടെ പിടിച്ച് കിടത്തിയിരുന്നു ഡോക്ടർ. അതിന്റെ ഒരു ചൊവ്വും ചൊടിയൊക്കെ വാക്കിലും പ്രവൃത്തിയിലും നല്ലോണം വന്നിട്ടുണ്ട്. എന്തടി നിനക്ക്? അവളുടെ ഒച്ച കേട്ടതും ഒന്ന് ഭയന്നു പോയവൻ പെട്ടെന്ന് അതേ അലർച്ചയോടെ തന്നെ തിരിച്ചു ചോദിച്ചു. ആളെ കൊല്ലാൻ നോക്കിയിട്ട് എന്താണെന്നോ? നെഞ്ചിൽ കൈവച്ച് മാറിയ ശ്വാസതാളം നേരെയാക്കിക്കൊണ്ട് പെണ്ണ് പിന്നെയും അവന്റെ നേരെ ചൊടിച്ചു. കുന്തം, മര്യാദയ്ക്ക് മിണ്ടാതിരിയടി. അവള് ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ തന്നെ അവൻ ജീപ്പ് മുന്നോട്ടെടുത്തു. മിണ്ടാതിരിക്കാൻ സൗകര്യമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറയണുണ്ടോ ഇങ്ങള്? പെണ്ണിന് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഡോ രാവണ! താൻ ചോദിച്ചതിന് മറുപടി പറയാതെ മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നതിനെ കണ്ട് അവൾ ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ അടിച്ചു. ദേ പെണ്ണെ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. നീ കാണിക്കുന്ന അഹങ്കാരത്തിൽ ഇതെങ്ങാനും പോയി ഇടിച്ചാലുണ്ടല്ലോ. ഇടിച്ചാൽ ഇടിക്കട്ടെ എന്നങ്ങ് വെക്കണം. പെണ്ണ് വാശിയിൽ നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞതും അവളുടെ കൈത്തണ്ടിൽ അമർത്തിയൊന്ന് പിച്ചി വംശി. അമ്മേ! പെണ്ണ് വേദനയിൽ എരിവ് വലിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവനെ ദേഷ്യത്തിൽ നോക്കി അടുത്തതെന്തോ പറയാൻ വരുന്നതിന് മുന്നേ തന്നെ അവന്റെ അലർച്ച ആ വണ്ടിക്കുള്ളിൽ മൊത്തത്തിൽ കേട്ടു. ഇനിയും എന്തെങ്കിലും വേണ്ടാതിനം പറയാനാണ് നീ നാവ് വളയ്ക്കുന്നെങ്കിൽ പൊന്നുമോളെ വണ്ടിയിൽ നിന്നെടുത്ത് ഞാൻ പുറത്തേക്ക് എറിയും 100 തരം. അത്രയും ദേഷ്യത്തിൽ പറയുന്നവന്റെ ഒച്ചപ്പാടിൽ പെണ്ണ് നിശബ്ദയായി. ഒപ്പം അവൻ കയ്യിൽ പിച്ചതിന്റെ വേദന വേറെയും. ഇത്തിരി നേരം കഴിഞ്ഞതും പെണ്ണൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടാണ് വംശി ഇടത്തോട്ട് നോക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നത് മൂക്കും വലിച്ച് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കരയുന്നവളെയാണ്. വംശി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് അവളിരിക്കുന്ന വശത്തേക്ക് അല്പം ചരിഞ്ഞു. ധാത്രി! കുറച്ചു നേരമായിട്ടും പെണ്ണ് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കാണെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു എന്ന് തോന്നിയപ്പോഴാണ് വംശി വണ്ടി ഒതുക്കിയത്. നീ എന്തിനാ പെണ്ണെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഇടയ്ക്ക് നെറുകയിലൊന്ന് വരഞ്ഞ് അവൻ ആകെ ഒരു ഈർഷ്യയോടെ അവളോട് ചോദിച്ചു. ഒന്നാമത് എനിക്ക് വയ്യ. ദേഹം മുഴുവൻ വേദനിക്കുന്നു എന്ന് വിച്ചേട്ടനറിയാം. എന്നിട്ടും എന്നെ നുള്ളിയില്ലേ? എന്നെ നോവിച്ചില്ലേ? പെണ്ണ് എണ്ണിപ്പിറക്കി ഓരോന്ന് പറയാൻ തുടങ്ങിയതും വംശിയാകെ വല്ലാതെയായി. സത്യമാണ്, കുറച്ചു മുന്നേ വരെ പെണ്ണിന്റെ വേദന താൻ കണ്ടതാണ്. എന്നിട്ടാ ഇപ്പോ താൻ തന്നെ അവളെ ഓരോന്ന് ചെയ്യുന്നതും പറയുന്നതുമൊക്കെ. വംശി തലയ്ക്കൊന്ന് മെല്ലെ തട്ടി അവളെ നോക്കി. അത് പിന്നെ നീ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളുമായി വന്നിട്ടല്ലേ ധാത്രി? അതേ മാനസികാവസ്ഥയിൽ അവൻ തിരികെ ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് വിച്ചേട്ടൻ അറിയില്ലേ? വിച്ചേട്ടൻ അറിയോ ആ സിസ്റ്ററിന്ന് എന്നെ എന്താ വിളിച്ചെന്ന്? അവൾ കരഞ്ഞു കരഞ്ഞ് വീർത്ത മുഖം അവന് നേരെ തിരിച്ചുകൊണ്ട് ചോടിയോടെ ചോദിച്ചതും കാര്യങ്ങളെപ്പറ്റി ഏകദേശം ധാരണയുള്ളവൻ ഒന്നും അങ്ങോട്ട് മിണ്ടാൻ പോയില്ല. ധാത്രി വംശിവർദ്ധൻ, അതായത് ആ സിസ്റ്ററും ഡോക്ടർമാരും ഒക്കെ കണക്ക് കൂട്ടി വെച്ചേക്കുന്നതേ ഞാൻ ഏട്ടന്റെ ഭാര്യയാണെന്നാ. അത് കേട്ട് ഞാൻ അങ്ങനെ അന്തിച്ചു നിൽക്കുമ്പോൾ അവര് പറയാ ഏട്ടൻ തന്നെ അവരോട് പറഞ്ഞു കൊടുത്ത പേരാണതെന്ന്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കണ്ടേ?
രണ്ട് കൈകൊണ്ടും ഒഴുകുന്ന കണ്ണുനീര് ഇടവും വലവും തുടച്ചു മാറ്റി പെണ്ണ് വാശിയോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തു മറുപടി പറയണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും വംശി വഴുതി വീണു. പറയ് വിച്ചേട്ടാ, ഞാൻ ചോദിക്കണ്ടേ? ഉം പെണ്ണ് പിന്നെയും എടുത്തടിച്ച പോലെ ചോദിച്ചതും അവൻ അറിയാതെ മൂളിപ്പോയി. ഞാനും അതല്ലേ ചെയ്തുള്ളൂ. അതിനാ വിച്ചേട്ടൻ എന്നെ നുള്ളിയത്. അല്ലെങ്കിലും ഏട്ടൻ എപ്പോഴും എന്നോട് ദേഷ്യാണ്. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ വെറുതെ എന്നോട് ദേഷ്യപ്പെടും. ദേവമ്മയോട് എനിക്ക് നിറയെ ഇഷ്ടമുള്ളത് കൊണ്ട് അമ്മയോട് ദേഷ്യം കാണിച്ച ഏട്ടനോട് എനിക്കും ദേഷ്യം തോന്നി. സത്യ. അതിന് ഞാൻ അതിനു മുന്നേ ഞാൻ കുറച്ച് മുഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കെ സത്യം അറിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും വഴക്കിന് വന്നിട്ടുണ്ടോ? എന്തേലുമൊക്കെ ചെയ്തു കൂട്ടുവാൻ നോക്കുമ്പോൾ അപ്പോഴും ദേഷ്യം വെച്ച് എന്നെ വഴക്ക് പറയും. ഇപ്പൊ ഇപ്പോഴും വേദനിപ്പിക്കുക എന്നെ. മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ നീട്ടിക്ക് പരാതി പോലെ പറയുന്നവളെ കാണെ ഇത്തിരി മുന്നേ ഉണ്ടായിരുന്ന ദേഷ്യം പോലും വഴിമാറി അവന്റെ ചുണ്ടുകൾക്കിടയിൽ എവിടെ നിന്നോ വന്ന ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. സോറി. ചലപില ചിലയ്ക്കുന്നവളത് കേട്ടില്ലെങ്കിലും മുന്നിൽ ഇരുന്നവൻ സോറി പറഞ്ഞു. പക്ഷെ അപ്പോഴും അവൾ അത് കേൾക്കാൻ മുതിർന്നില്ല. ഇപ്പൊ തന്നെ വിച്ചേന് വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നിട്ടല്ലേ ഞാൻ വീണത്. അതെന്തുകൊണ്ടാ? എനിക്ക് ഈ ചേട്ടനോട് സ്നേഹമുണ്ട്. പക്ഷെ ഏട്ടനോ? ഏട്ടന് പക്ഷെ എന്നോട് ദേഷ്യ. താൻ സോറി പറഞ്ഞിട്ടും അത് കേൾക്കുക പോലും ചെയ്യാതെ പെണ്ണ് പിന്നെയും പിന്നെയും ഒന്നേന്ന് ഓരോന്ന് പറയാൻ തുടങ്ങിയതും ഇത്തിരി മുന്നേ ചിരിച്ചവന്റെ മുഖം പിന്നെയും കേറി ഗൗരവത്തിലായി. സോറി ധാത്രി. അവൻ നല്ലോണം ഉറക്കെ പറഞ്ഞതും പെണ്ണ് ഞെട്ടിക്കൊണ്ടാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയത്. എന്താടി കണ്ണും തള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നത്? പെണ്ണിന്റെ അന്തം വിട്ടുള്ള നോട്ടത്തിൽ അവന്റെ കണ്ണുകൾ ചുരുങ്ങി. വിച്ചേട്ടൻ ശരിക്കും എന്നോട് സോറി പറഞ്ഞതാണോ? കേട്ടത് ഉറപ്പിക്കാൻ വേണ്ടി അവനോട് ചോദിച്ചതും അവൻ തല ഒന്ന് കുടഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സത്യം പറയേ, വിച്ചേട്ടൻ ശരിക്കും എന്നോട് സോറി പറഞ്ഞതാണോ? അതിനി ഉറപ്പിക്കും വരെ പെണ്ണ് മിണ്ടാതിരിക്കില്ല എന്ന് തോന്നിയതും വംശി ഒന്ന് നീട്ടി മൂളി. അത് കേട്ടതും പെണ്ണിനാകെ സന്തോഷമായി. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ടത് പിന്നെയും വാടി. വിച്ചേട്ടാ. പെണ്ണ് പിന്നെയും വിളിച്ചതും വലിഞ്ഞു മുറുകിയ മുഖവുമായി വംശി അവളെ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കി. ഇനി എന്താ ധാത്രി നിനക്ക് വേണ്ടത്? അത് അത് പിന്നെ സോറി പറഞ്ഞപ്പോൾ എന്റെ മുന്നത്തെ വിഷമമൊക്കെ മാറി. പക്ഷെ ഈ വേദന മാറണമെങ്കിൽ മാറണമെങ്കിൽ അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. മാറണമെങ്കിൽ എനിക്ക് വിച്ചേട്ടനെ കടിക്കണം. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത ഭാഗം വേഗത്തിൽ കിട്ടുള്ളൂ. നന്ദി.